ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ അടുക്കളയിൽ ഇതുപോലുള്ള അലുമിനിയം പാത്രങ്ങൾ. നമ്മൾ എത്ര കഴുകിയാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറമെല്ലാം ഒന്ന് മങ്ങി ഇതുപോലെ ഒന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. എങ്ങനെ നമുക്കിത് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന നല്ലൊരു അടിപൊളി അലുമിനിയം പാത്രങ്ങളാക്കി മാറ്റാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എനിക്കെപ്പോഴും എൻ്റെ പാത്രങ്ങളുടെ നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ കുപ്പികളൊക്കെ പൊടികളൊന്നും ഇല്ലാതെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഈ പാത്രം കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പിടിച്ച് ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതും അതുപോലെ തന്നെ ഈ ഒരു പാത്രവും ഈ ഒരു 3 പാത്രങ്ങളാണ് ഞാനിപ്പോൾ ഇതൊന്ന് കഴുകി കാണിച്ചു തരുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ അലുമിനിയം പാത്രം ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ നല്ലതായിട്ട് വെട്ടി തുടങ്ങുന്ന നല്ല പുതിയ പാത്രങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സാധാ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോപ്പും അതുപോലെ തന്നെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ സ്ക്രബ്ബറും മാത്രം മതി കേട്ടോ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാത്രം ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചായിട്ട് പറയുന്നൊന്നുമില്ല, നമുക്കിതൊന്ന് കഴുകി കാണിച്ചു തരാം. അലുമിനിയം പാത്രങ്ങൾ വെണ്ണീറും കരിയിട്ട് കഴുകിയാൽ തന്നെ നന്നായിട്ട് വെളുത്ത് വരും കേട്ടോ. അങ്ങനെ തന്നെയാണല്ലോ മുമ്പൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഈ വെണ്ണീറും കരിയൊക്കെ കിട്ടാത്തവരുണ്ടാവുമല്ലോ ഗൾഫിലും അതുപോലെ തന്നെ ഫ്ലാറ്റിലും പിന്നെ കുക്കിംഗ് ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസിലൊക്കെ ചെയ്യുന്നവർക്കാവുമ്പോൾ വെണ്ണീറും കരിയൊന്നും കിട്ടില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ടിപ്പാണിത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നല്ല സോപ്പൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിച്ച് ചെറുതായ സോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു 10-20 രൂപേൻ്റെ ചെറിയ സോപ്പ് വാങ്ങിയാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി സോപ്പിന് സ്മെല്ല് വരുന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ഡിഷ് വാഷ് ഇട്ടൊന്ന് കഴുകിയാൽ മതി. അപ്പോൾ സോപ്പിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് മുൻപ് ഞാൻ നമുക്ക് അടുക്കളയിൽ എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു 10ഓളം കിച്ചൺ ടിപ്സ് അടങ്ങിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. വീട്ടമ്മമാരൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട നമുക്ക് അടുക്കളയിൽ എപ്പോഴും ഉപയോഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഈ പാത്രങ്ങൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നേരത്തെ ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടതാണല്ലോ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.